കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബൈബിളിൻ്റെ ചരിത്രം നോക്കിയാലോ. BC 1500 മുതൽ AD 100 വരെയുള്ള 1600 വർഷങ്ങളിൽ എബ്രായ, ഗ്രീക്ക്, അരാമ്യ ഭാഷകളിൽ പാപ്പിറസ് ചെടിയുടെ തോല്, ചർമ്മലിഖിതങ്ങൾ, കൽപ്പലകകൾ തുടങ്ങിയ പ്രതലങ്ങളിൽ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് എഴുതപ്പെട്ടു. ബൈബിളിലെ അവസാന എഴുത്തുകാരനാണ് യോഹന്നാൻ. യോഹന്നാൻ ജനിക്കുന്നതിന് 1450 വർഷം മുൻപ് ആദ്യ എഴുത്തുകാരനായ മോശ ജനിച്ചു. ഇതിനിടയിൽ 60ഓളം തലമുറകൾ ജീവിച്ചിരുന്നു. ഇവരുടെ കാലം, ഭാഷ, തൊഴിൽ, സംസ്കാരം, സ്ഥലം ഇവ വളരെ വിഭിന്നമായിരുന്നു. എങ്കിലും ബൈബിളിൽ യാതൊരു പൊരുത്തക്കേടുമില്ലാതെ തുടക്കം മുതൽ ഒടുക്കം വരെ ആശയവൈരുദ്ധ്യം ഇല്ലാതെ പരസ്പരം കൃത്യമായി ഒറ്റ ആത്മാവിൽ യോജിച്ചു കിടക്കുന്നു. ദുഷ്ടന്മാരെ മനുഷ്യസ്നേഹികളാക്കിയും ആക്രമികളെ സ്നേഹിക്കുന്നവരാക്കിയും ആലംബഹീനർക്ക് സഹായമായും ബൈബിൾ അതിൻ്റെ യാത്ര തുടർന്നു പോന്നു. ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് നിത്യജീവനിലേക്കും യഥാർത്ഥ ദൈവഭക്തിയിലേക്കുമുള്ള ദൈവിക പ്രചോദനം പകർന്നു കൊടുക്കുന്നതും ബൈബിളിലെ ദൈവവചനങ്ങൾ തന്നെ. പ്രതിസന്ധികൾക്കിടയിലും ചാരക്കൂമ്പാരങ്ങൾക്ക് മുകളിലൂടെ ബൈബിൾ ഇന്നും കാലാന്തരങ്ങളിലൂടെയുള്ള അതിൻ്റെ യാത്ര തുടർന്നു പോന്നു. ബിബ്ലിയ, ചെറിയ പുസ്തകങ്ങൾ എന്ന് അർത്ഥം വരുന്ന ബഹുവചനം ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്ക് ഉണ്ടായത്. 66 ചെറിയ പുസ്തകങ്ങളാണ് ഇതിനകത്ത് അടങ്ങി വരുന്നത്. അതിൽ പഴയ നിയമം 39 പുസ്തകങ്ങളും പുതിയ നിയമം 27 പുസ്തകങ്ങളും കാണപ്പെടുന്നു. പഴയ നിയമം ബൈബിളിൽ മനുഷ്യ സൃഷ്ടിയിൽ തന്നെ സ്നേഹമെന്ന കൽപ്പന ദൈവം മനുഷ്യ ഹൃദയങ്ങളിൽ എഴുതിയതും ഭൂമിയിൽ അത് മനുഷ്യന് പോരാതെ വന്നപ്പോൾ ദൈവം മനുഷ്യർക്ക് കൽപ്പനകൾ കൊടുക്കുന്നതും കൽപ്പനകൾ പാലിച്ച് ഒരു പരിധിവരെ മനുഷ്യൻ ആർജവം നേടുന്നതും എന്നാൽ പൂർണ്ണമായി പാപത്തെ അല്ലെങ്കിൽ പിശാചിനെ ജയിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം യേശുക്രിസ്തുവിനെ അയച്ച് പാപത്തെ ജയിച്ച് തൻ്റെ കൽപ്പന പുനഃസ്ഥാപിക്കുന്നതും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവപുത്രൻ ഭൂമിയിൽ വരുന്നതും ദൈവരൂപത്തിലായിരുന്നെങ്കിലും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസരൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടതും പുതിയ നിയമ ഉടമ്പടി, അതായത് ഭൂമിയിൽ ദൈവകൃപയിൽ ജീവിക്കാൻ ലളിതമായ തൻ്റെ സ്നേഹമെന്ന കൽപ്പന പരിശുദ്ധ ആത്മാവിനാൽ മനുഷ്യൻ്റെ മനസാക്ഷിയിൽ കൊടുക്കുന്നതും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവസ്നേഹവും പരസ്നേഹവും എന്താണെന്ന് ബൈബിളിൽ വിശദമായി പ്രതിപാദിക്കുന്നു. പുതിയ നിയമം ബൈബിളിൽ ദൈവപുത്രൻ മനുഷ്യപുത്രനായി രൂപമെടുത്ത് എല്ലാ തിരുവെഴുത്തുകളും പ്രവചനങ്ങളും നിയമങ്ങളും പൂർത്തിയാക്കുന്നതും അവിടുത്തെ അന്ത്യാത്താഴ സമയത്ത് ഈ പാനപാത്രം എൻ്റെ പുതിയ ഉടമ്പടി എന്ന് സ്ഥാപിക്കുന്നതും അവിടുന്ന് മനുഷ്യ ശരീരത്തിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്ത് തിരികെ സ്വർഗത്തിലേക്ക് മടങ്ങിയതും പാപത്തിൻ്റെ പിടിയിൽപ്പെടാതെ നിത്യജീവനിൽ കഴിയാൻ എല്ലാ മനുഷ്യരിലേക്കും ലളിതമായ പുതിയ കൽപ്പന നിർമ്മല മനസാക്ഷിയിൽ കൊടുക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുന്നതും രേഖപ്പെടുത്തിയിരിക്കുന്നു. പിതാവ് പുത്രനിൽ വസിച്ച് തൻ്റെ പ്രവൃത്തി ചെയ്തു. 66 പുസ്തകങ്ങളും 1189 അധ്യായങ്ങളും 31,173 വാക്യങ്ങളും ചേർന്നതാണ് ബൈബിൾ. ബൈബിൾ ഏകദേശം 70 മണിക്കൂർ കൊണ്ട് മുഴുവൻ വായിക്കാം. 18 മണിക്കൂർ കൊണ്ട് പുതിയ നിയമം മുഴുവൻ വായിക്കാം. ബൈബിളിലെ പുതിയ നിയമം ബൈബിളിൻ്റെ അന്തസത്തയാണ്. ബൈബിളിലെ തിരുവെഴുത്തുകളൊന്നും മനുഷ്യരുടെ സ്വയമായ പ്രചോദനത്താൽ ഉളവായതല്ല. അതിലെ പ്രവചനമൊന്നും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതുമല്ല. അവ ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ച് സംസാരിച്ചവയാണ് എന്ന് 2 പത്രോസ് 1-ാം അധ്യായം 20-ാം വചനത്തിൽ കാണുന്നു. കേരളത്തിലെ ക്രൈസ്തവ സഭ ദീർഘമായ പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലം വരെ അവർക്ക് മാതൃഭാഷയിൽ ബൈബിൾ ലഭ്യമായിരുന്നില്ല. 1817 ബൈബിൾ പൂർണ്ണമായി തർജ്ജമ ചെയ്യുവാനും കോട്ടയത്ത് നിന്ന് അത് പ്രസിദ്ധീകരിക്കുവാനും ബൈബിൾ സൊസൈറ്റി തീരുമാനിച്ചു. അക്കാലത്ത് പ്രവർത്തിച്ചിരുന്ന ബൈബിൾ സൊസൈറ്റി ഇതിന് ആവശ്യമുള്ള സഹായം നൽകി. ബൈബിളിൻ്റെ വിശ്വസ്തത തെളിയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്.
മറിച്ച് അത് എഴുതിയ മനുഷ്യരല്ല. അടുത്ത് നമുക്ക് ബൈബിളിൻ്റെ ചില സവിശേഷതകൾ നോക്കിയാലോ. 1. ലോകത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിൾ. AD 1455 ആദ്യമായി അച്ചടിക്കപ്പെട്ടത്. 2. ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം ബൈബിളാണ്. 2015 വരെ 602 കോടിയാണ് അച്ചടിക്കപ്പെട്ടത്. 3. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഗ്രന്ഥവും ബൈബിളാണ്. ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിച്ചിട്ടുള്ള ഗ്രന്ഥവും ബൈബിളാണ്. ഗുട്ടൻബർഗ് അച്ചടിച്ച ബൈബിൾ ഇന്നത്തെ മൂല്യം ഒരു കോപ്പിക്ക് $35 മില്യൺ വില വരുന്നത്. അടുത്തത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഗ്രന്ഥവും ബൈബിളാണ്. സൗജന്യമായി ലഭിക്കുന്ന ഗ്രന്ഥവും ബൈബിളാണ്. കൂടുതൽ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥവും നമ്മുടെ ബൈബിളാണ്. അതുമാത്രമല്ല, ബഹിരാകാശത്ത് വായിച്ച ആദ്യ ഗ്രന്ഥവും ബൈബിളാണ്. ഏറ്റവും കൂടുതൽ രാജ്യത്ത് അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥം ബൈബിളാണ്. എല്ലാ രാജ്യങ്ങളിലും ലഭ്യമാകുന്ന ഏക ഗ്രന്ഥം ബൈബിളാണ്. സൗദിയിലും ഉത്തര കൊറിയയിലും ഇന്ന് ബൈബിൾ ലഭ്യമാണ്. ലോകരാജ്യങ്ങളിലെ നിയമവ്യവസ്ഥയ്ക്ക് മാനദണ്ഡമായ ഗ്രന്ഥവും ബൈബിളാണ്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളുടെയും കോടതികളിൽ സൂക്ഷിക്കപ്പെടുന്ന ഏക ഗ്രന്ഥം ബൈബിളാണ്. മനുഷ്യനെ രൂപപ്പെടുത്തുന്ന ഗ്രന്ഥവും ബൈബിളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.